ശപിക്കപ്പെട്ടവനായ പിശാചിന്റെ ഷർറിൽ നിന്ന്, അവന്റെ ഫിത്നയിൽ നിന്ന്, അവന്റെ ഉപദ്രവത്തിൽ നിന്ന് നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സംരംഭങ്ങൾക്കും നമ്മുടെ സംവിധാനങ്ങൾക്കും നമ്മുടെ നാമുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും പ്രൊട്ടക്ഷൻ ലഭിക്കാൻ നമ്മൾ ഓതേണ്ടുന്ന അത്ഭുതകരമായ ഒരു ആയത്ത് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കുകയാണ്. ഏതാണെന്നറിയാനും എങ്ങനെയാണെന്നറിയാനും ഈ മജ്ലിസ് മുഴുവനായി കേൾക്കുകയും ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വഖഫാ വസ്സലാമുൻ അലാ ഇബാദിഹിൽ ലദീന മുസ്തഫാ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷവും സമാധാനവും റാഹത്തും നൽകട്ടെ. സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി, പൈശാചികമായി നാം അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ദുആ വസിയത്ത് ചെയ്ത ധാരാളം സഹോദര സഹോദരിമാരുണ്ട്. അല്ലാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സഫലമാക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ശപിക്കപ്പെട്ടവനായ പിശാച് നിരന്തരം നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മിൽ എത്ര ആളുകൾ വിശ്വസിക്കും? നാം പിശാചിനെ കാണുന്നില്ല, പക്ഷെ പിശാച് നമ്മെ കാണുന്നുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇന്നഹു യറാക്കും ഹുവ വ ഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും. നിങ്ങൾ അവനെ കാണുന്നില്ല, പക്ഷേ അവനും അവന്റെ കൂട്ടാളികളും നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ഉറങ്ങുമ്പോൾ നിരീക്ഷിക്കുന്നുണ്ട്, നമ്മൾ ഉണരുമ്പോൾ നിരീക്ഷിക്കുന്നുണ്ട്, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിരീക്ഷിക്കുന്നുണ്ട്, നമ്മൾ ടോയ്ലറ്റിൽ പോകുമ്പോൾ നിരീക്ഷിക്കുന്നുണ്ട്, നമ്മൾ ഇരിക്കുമ്പോഴും നമ്മൾ നടക്കുമ്പോഴും നമ്മൾ എന്തു ചെയ്യുമ്പോഴും ശപിക്കപ്പെട്ടവനായ പിശാച് നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തെങ്കിലും നല്ല കാര്യത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ പഴപ്പിക്കാൻ വേണ്ടി നിൽക്കും. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, ഫബിമാ അഗ്വൈതനി ലഅഖുദന്ന സിറാതകൽ മുസ്തഖീം. നമ്മൾ ഏതൊരു നല്ല കാര്യത്തിലേക്ക് ചിന്തിക്കുമ്പോഴും ഏതൊരു നല്ല കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോഴും അത് വേണ്ടടാ, അങ്ങോട്ട് പോകണ്ടടാ എന്ന് പറഞ്ഞ് നമ്മെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശപിക്കപ്പെട്ടവനായ പിശാച് നമ്മുടെ മുമ്പിലുണ്ട്, നമ്മുടെ പിന്നിലുണ്ട്, നമ്മുടെ വലതു ഭാഗത്തുണ്ട്, നമ്മുടെ ഇടതു ഭാഗത്തുണ്ട്, നമ്മുടെ മുകളിലുണ്ട്, നമ്മുടെ താഴ്ഭാഗത്തുണ്ട്, നമ്മുടെ ശരീരത്തിന്റെ അകത്തുണ്ട്. രക്തം സഞ്ചരിക്കുന്ന ഭാഗത്തു കൂടിയൊക്കെ ശപിക്കപ്പെട്ടവനായ പിശാച് സഞ്ചരിക്കുമെന്നാണ്. അള്ളാഹു ശപിക്കപ്പെട്ടവനായ പിശാചിന്റെ ശരീരത്തിൽ നമുക്ക് കാത്തുരക്ഷിക്കുമാറാകട്ടെ. പിശാച് ഓടാൻ, പിശാച് ദുർബലനാകാൻ, പിശാചിന് നമ്മെ ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കാൻ വിശുദ്ധമായ ഖുർആനിലെ ഒരു അത്ഭുതകരമായ ആയത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. അതിനു മുമ്പ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ഒരു 3 വിഭാഗം ആളുകളുണ്ട്, 3 സ്വഭാവമുള്ള ആളുകൾ. ഈ 3 പ്രത്യേകതകളുള്ള ആളുകളെ പിശാചിന് പിഴപ്പിക്കാൻ കഴിയില്ല എന്ന് ഖുർആനിന്റെ ഗ്യാരണ്ടിയാണ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്ന 3 വിഭാഗം ഈ ആരൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ വിഭാഗം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഖാല റബ്ബി ബിമാ ഗവൈതനി ലഉസയ്യിനന്ന ലഹും ഫിൽ അർളി വലഉഗവിയന്നഹും അജ്മഈൻ ഇല്ലാ ഇബാദക മിൻഹുൽ മുഖ്ലസീൻ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, റബ്ബേ നീ എന്നെ പിഴപ്പിച്ച കാരണത്താൽ, വാനലോകത്ത് നിന്ന് അള്ളാഹു ആട്ടി ഓടിച്ചപ്പോൾ വിളിച്ചു പറഞ്ഞതാണ്, നീ എന്നെ പിഴപ്പിച്ച കാരണത്താൽ ലഉസയ്യിനന്ന ലഹും ഫിൽ അർളി വലഉഗവിയന്നഹും, ഭൂമിയിലുള്ളതൊക്കെ അവർക്ക് ഞാൻ ഭംഗിയായി കാണിച്ചു കൊടുക്കുകയും അവരെ നാം പിഴപ്പിക്കുകയും ചെയ്യും. ഇല്ലാ ഇബാദക മിൻഹുൽ മുഖ്ലസീൻ, അവരിൽ നിന്ന് മുഖ്ലിസീങ്ങളായ ആളുകളെ പിഴപ്പിക്കാൻ പിശാചിന് കഴിയൂല എന്നർത്ഥം. ആരാണ് മുഖ്ലിസ്? നല്ല ഇഖ്ലാസുള്ള ആളുകൾ, നല്ല ഭയഭക്തിയുള്ള ആളുകൾ, നല്ല നിഷ്കളങ്കരായ ആളുകൾ, കപടമില്ലാത്ത ആളുകൾ, അള്ളാഹുവിന് വേണ്ടി മാത്രം ഇബാദത്ത് എടുക്കുന്നവർ, 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ മറ്റുള്ളവരെന്ത് വിചാരിക്കും, മറ്റുള്ളവരെ കാണിക്കണം എന്നൊക്കെയുള്ള നിയ്യത്തോടെ, എന്നൊക്കെയുള്ള തീരുമാനത്തോടെ ഒന്നും ചെയ്യാത്ത ആളുകളാണ്. നിഷ്കളങ്കമായി നല്ല ഈമാനോടെ, നല്ല തവക്കുലോടെ, നല്ല ഇഹ്തിസാബോടെ, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി മാത്രം ആത്മാർത്ഥമായി ഇബാദത്തുകൾ ചെയ്യുന്ന ആളുകൾക്കാണ് മുഖ്ലിസ് എന്ന് പറയുക. അങ്ങനെയുള്ള ആളുകളെ തൊടാൻ ഈ ശപിക്കപ്പെട്ടവനായ പിശാചിന് കഴിയില്ല. അപ്പൊ പിശാച് എടുക്കാത്ത ഒന്നാമത്തെ വിഭാഗം ആളുകൾ മുഖ്ലിസീങ്ങളാണ്. രണ്ടാമത്തെ വിഭാഗം അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇന്നല്ലദീന തഖൂ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ. അല്ലാഹുവിന് തഖ്വ ചെയ്യുന്ന ആളുകൾ, അവരെ പിശാച് സ്പർശിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ
തദക്കറു, അവർ ഉത്ബുദ്ധരാകും. ഫഇദാഹും മുബ്സിറൂൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, നല്ല സൂക്ഷ്മതയോടെ തഖ്വയോടെ ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെ പിശാച് പിഴപ്പിക്കാൻ വേണ്ടി പോകുവത്രേ. ആ സമയത്ത് അവർ ഉത്ബുദ്ധരാകും. ഇത് പിശാചിന്റെ ചിന്തയാണ്, ഇത് പിശാചിന്റെ പ്രേരണയാണ്, അതുകൊണ്ട് അത് ചെയ്യണ്ട. പിശാചിന്റെ പ്രേരണകളും പിശാചിന്റെ ചിന്തകളെയും കുറിച്ച് അവർ സ്വയം ബോധവാന്മാരാകും. ആര്? തഖ്വയുള്ള ആളുകൾ. എന്താണ് തഖ്വ? അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബി നവാഹിഹി. അല്ലാഹു പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. സ്കരിക്കാൻ പറഞ്ഞു ചെയ്യുക, നോമ്പെടുക്കാൻ പറഞ്ഞു ചെയ്യുക, വ്രതം മറക്കാൻ പറഞ്ഞു ചെയ്യുക. അല്ലാഹു ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആളുകൾ, ഹലാലിനെ ഹലാലായും ഹറാമിനെ ഹറാമായും കാണുന്ന ആളുകൾ, സൂക്ഷ്മതയെ മുറുകെ പിടിക്കുന്ന ആളുകൾ, അവരാണ് തഖ്വയുള്ള ആളുകൾ. അങ്ങനെയുള്ള ആളുകളെ പിശാച് പഴപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ അവർ ഉത്ബുദ്ധരാകും. ഇത് പിശാചിന്റെ പണിയാണ്, ഇത് പിശാചിന്റെ ചിന്തയാണ്, ഇത് പിശാചിന്റെ പ്രേരണയാണ്. അവർ അതിൽ നിന്ന് മാറി നടക്കും. രണ്ടാമത്, പിശാചിനെ തൊടാൻ കഴിയാത്ത ആളുകൾ തഖ്വയുള്ള ആളുകളാണ്. മൂന്നാമതായി അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഒരു വിഭാഗം ആളുകളെ ശൈത്താൻ വല വീശി പിടിക്കും, പെട്ടെന്ന് വല വീശി പിടിക്കും. ആരാണവർ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അല്ലാഹുവിന്റെ ദിക്റിനെ അവഗണിക്കുന്ന ആളുകളാണ്, ദിക്റിനെ ഒഴിവാക്കുന്ന ആളുകളാണ്, ദിക്റിനെയും വിട്ട് ജോലിയാകുന്ന ആളുകളാണ്. എന്തിനാ ദിക്ർ ചൊല്ലുന്നത്? എന്തിനാ ഹദ്ദാദ് ചൊല്ലുന്നത്? എന്തിനാ ഇപ്പോൾ ടോയ്ലറ്റ് പോകുമ്പോൾ ദിക്ർ ചൊല്ലുന്നത്? എന്തിനാ ഭക്ഷണം കഴിക്കുമ്പോൾ ദിക്ർ ചൊല്ലുന്നത്? എന്തിനാ ഉറങ്ങുമ്പോൾ ദിക്ർ ചൊല്ലുന്നത്? ഇങ്ങനെ ദിക്റിനെ അവഗണിക്കുന്ന ആളുകൾ, അവരെ പെട്ടെന്ന് പിശാച് വല വീശി പിടിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അപ്പൊ ദിക്റിനെ മുറുകെ പിടിക്കുന്ന ആളുകളോ, ദിക്റിനെ മുറുകെ പിടിക്കുന്ന ആളുകളെ പഴപ്പിക്കാൻ പിശാചിന് കഴിയില്ല എന്നർത്ഥം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചിൽ നിന്ന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന, പിശാചിൽ നിന്ന് അല്ലാഹു രക്ഷ കൊടുക്കുന്ന 3 സ്വഭാവത്തിന്റെ ഉടമകളെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. 1 ഇഖ്ലാസുള്ളവർ, 2 തഖ്വയുള്ളവർ, 3 ദിക്റിനെ മുറുകെ പിടിക്കുന്ന ആളുകൾ. അല്ലാഹു ഈ 3 സ്വഭാവ ഗുണവും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. പിശാച് മുഖേനയാണ് സിഹ്ർ ഉണ്ടാകുന്നത്, പിശാച് മുഖേനയാണ് നമ്മുടെ ഈമാൻ നഷ്ടമാകുന്നത്, പിശാച് മുഖേനയാണ് നമുക്ക് വസ്വാസ് ഉണ്ടാകുന്നത്, പിശാച് മുഖേന ഒരുപാട് ശല്യങ്ങൾ, ഒരുപാട് ഇടങ്ങേറുകൾ, ഒരുപാട് പ്രയാസങ്ങൾ, ചെറിയ മക്കൾക്ക് വരെ പിശാചിന്റെ ഉപദ്രവം ഉണ്ടാകുമെന്നാണ്. ഭാര്യ ഭർത്താക്കന്മാര് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവിടെ വരെ പിഴപ്പിക്കാൻ പിശാച് ഉണ്ടാകുമെന്നാണ്. ചെറിയ കുട്ടികൾ ജനിച്ചു വീണാൽ മുതൽ പിശാച് പഴപ്പിക്കാൻ വേണ്ടി ഇറങ്ങുമെന്നാണ്. അതുകൊണ്ടാണ് ഔദു ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്വാനി വഹാമ മിൻ കുല്ലി ഐനിൻ ലാമ കുട്ടികൾക്ക് ചൊല്ലിക്കൊടുക്കണമെന്ന് പറയുന്നത്. ടോയ്ലറ്റിൽ പോകുമ്പോൾ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് എന്ന് ചൊല്ലി നമ്മൾ ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കണം. ഏത് നല്ലൊരു വിഷയങ്ങൾ ചെയ്യുമ്പോഴും ഔദുവും ബിസ്മിയും ഓതണം. അവിടൊക്കെ പിശാചിന്റെ ശരീരം നമ്മൾ കാവലിനെ ചോദിക്കണം. ഇങ്ങനെ നമ്മൾ ദിക്റുമായി നമ്മൾ ബന്ധപ്പെടുക. പിശാചിനെ തൊട്ട് കാവലിനെ ചോദിക്കുന്ന റസൂലുള്ള പഠിപ്പിച്ച അദ്കാറുകളെ നമ്മൾ മുറുകെ പിടിക്കുക. പിശാച് ദുർബലനായി പോകുന്ന അത്ഭുതപരമായ ഒരു ആയത്ത് വിശുദ്ധമായ ഖുർആനിലുണ്ട്. ഖുർആനിന്റെ 6666 വരുന്ന ആയത്തുകളുടെ ലീഡർഷിപ്പ് അല്ലാഹു കൊടുത്ത ആയത്തുൽ കുർസി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ആയത്തുൽ കുർസി ഏത് സമയത്ത് ഓതിയാലും ആ സമയത്ത് നമ്മെ നിരീക്ഷിക്കുന്ന, നമ്മുടെ ചുറ്റുഭാഗം കറങ്ങി നടക്കുന്ന പിശാചുക്കളെല്ലാം ദുർബലരായി പോകും. അവർക്ക് പിന്നെ നമ്മളെ പഴപ്പിക്കാൻ കഴിയില്ല. അപ്പൊ ഏത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും, ഏതൊരു സംവിധാനത്തിലേക്ക് ഇറങ്ങുമ്പോഴും
ഏതൊരു സ്ഥലത്തേക്ക് പുറപ്പെടുമ്പോഴും എപ്പോഴും നമ്മൾ ആയത്തുൽ കുർസിയെ മുറുകെ പിടിക്കുക. ആയത്തുൽ കുർസി നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുക, നമ്മുടെ കുട്ടികളെ അത് ശീലിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തുൽ കുർസിയെ ചേർത്ത് പിടിക്കാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. ഒരുപാട് മഹത്വമുള്ള ആയത്താണ് ആയത്തുൽ കുർസിയെ. പലപ്പോഴും നമ്മൾ അതിന്റെ മഹത്വം സംസാരിച്ചവരാണ്. പിശാചിനെ ഓടിക്കാൻ ഇതിനേക്കാൾ വലിയൊരു ആയത്ത് വേറെയില്ല. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ. പിശാചിന്റെ ഷർറിൽ നിന്ന് അള്ളാഹു നമ്മെ സലാമത്താക്കട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.